കൽപ്പാത്തിയിലാണുള്ളത്. ഇനി തേര് ഉരുണ്ടു തുടങ്ങാൻ അല്പം നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എനിക്ക് പിറകിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം. ഇപ്പോൾ കൃത്യമായി തന്നെ കാണാൻ സാധിക്കും. തേരുകളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിരവധിയായ ആളുകൾ ചേർന്ന് നിന്നുകൊണ്ട് തേരിലേക്ക് ഓരോ സാധന സാമഗ്രികളുമൊക്കെ അലങ്കാരങ്ങൾ എന്നുള്ള നിലയ്ക്ക് അത് ഇതിനോടകം തന്നെ കയറ്റി വെക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും വലിയ തേരൊരു വശത്ത് ഇങ്ങനെ 3 തേരുകളാണ് ഇന്ന് ഇവിടെ മുതൽ ഉരുണ്ടു തുടങ്ങുക. അത് മന്തക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോവുകയും ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് എടുത്ത് പറയാനും സാധിക്കുക. എന്തായാലും ഈ ഒരു തേര് ഒരുക്കുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ ശപ്രം കെട്ടി അതിനെ അലങ്കരിക്കുന്ന ചടങ്ങ് വരെയുള്ള ഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുക എന്നൊക്കെ അറിയാൻ സ്വാഭാവികമായും ആളുകൾക്ക് കൗതുകമുണ്ടാവും. പുത്തൂർ നടരാജേട്ടനാണ്. നടരാജേട്ട, ആദ്യം ശപ്രം കെട്ടി. ശപ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാലുകൾ ഉയരത്തിൽ കെട്ടിയിട്ട് ചട്ടങ്ങൾ ക്രോസ് ചെയ്തിട്ട് അതിനെ ബലപ്പെടുത്തും. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കാണേണ്ട ഈ മരത്തടിയിലാണ് അത് നിർമ്മിക്കുന്നത് അല്ലേ? അതെ, മരത്തടിയിലാണ് നിർമ്മിക്കുന്നത്. നമ്മൾ 28-നാണ് പണി തുടങ്ങിയത്. ചക്രമെല്ലാം ഗ്രീസൊക്കെ ഇട്ട് ചപ്രങ്ങളെല്ലാം കെട്ടി ബലപ്പെടുത്തി ഇപ്പോൾ 11 മണിക്ക് ഉള്ള റണ്ണിങ്ങിന് റെഡിയാക്കിയിരിക്കുന്നു. പിന്നെ മേലെ ഞെട്ടിമാല, നാഗങ്ങൾ, ഇതൊക്കെ സെൽവരാജിൻ്റെ നേതൃത്വത്തിലുള്ള ഓരോന്നും ദൃശ്യങ്ങൾ കാണിച്ചു തന്നെ പോകാം. ഇതിലിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ 2 പിന്നെ ഞെട്ടിമാല, വീണ്ടും നാഗം, പിന്നെ ഫ്ലവേഴ്സുകൾ, ഹനുമാൻ, കുതിര എന്നുള്ള എല്ലാ ഇതും ശെൽവരാജിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത്. ഇതിലിപ്പം ഈ കാണിക്കുക എന്നുള്ള നിലയിലാണോ ഇപ്പോൾ ഈ പഴങ്ങളും അടക്കി? ഇതെല്ലാം വഴിപാടുകളാണ്. ഇതെല്ലാം ഓരോ ഭക്തജനങ്ങളുടെ വഴിപാടുകളാണ്. ഈ പഴം, അടക്ക, ഇളനീര്, കരിമ്പ് ഇതെല്ലാം ഇതിലേക്ക് അലങ്കരിക്കും. അതെ അതെ അതെ. എന്നിട്ടിപ്പം അവിടുന്ന് ദേവതകളെ കൊണ്ടുവന്ന് വെക്കുന്നത് നമുക്ക് ആ സെന്ററിൽ കാണുന്ന ആ ഭാഗത്തായിരിക്കും. അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവരുത്തും. 11-12 മണിക്കുള്ള സമയത്തിൽ രഥാരോഹണം ഉണ്ടാവുകയും അതാണ് രഥാരോഹണം എന്ന് പറയുന്ന ചടങ്ങ്. അതെ അതെ. അതിനുശേഷം നമ്മൾ മന്തക്കര ഗണപതി ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്കായിരിക്കും ഇന്ന് പോകുന്നത്. അത് കഴിഞ്ഞ് പറഞ്ഞാൽ വൈകിട്ട് 4 മണിയോട് കൂടിയിട്ട് അച്ചമ്പടിയിലേക്ക് വരുന്നതാണ്. അങ്ങനെയാണ് ഇന്നത്തെ ചടങ്ങ്. അതെ. അപ്പം ഒരുപാട് ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ടോ? പിന്നെ ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ആ തരത്തിലാണ് ഇവിടെ ഇപ്പോൾ രഥങ്ങളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനവട്ട പണികളിലേക്ക് ഇതിനോടകം കടക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പം വിൻസെൻ്റ് എന്തുണ്ട്, എപ്പോൾ എത്തി ഇവിടെ? ഞാൻ കുറച്ച് ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇലക്ഷൻ പ്രചരണമായിട്ട് ഉണ്ടായിരുന്നു. ഈ ഇതുപോലെ തേര് ഒരുങ്ങി നിൽക്കുന്നത് നേരത്തെ കണ്ടിട്ടുണ്ടോ? നേരത്തെ വന്നിട്ടില്ല. ഇന്ന് ഇതൊരു നല്ല ഒരു അനുഭവമാണ്. ഞാനും ആദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ചോദിക്കായിരുന്നു ഇതൊക്കെ എന്തൊക്കെ ഐറ്റംസ് എന്ന് ചോദിക്കായിരുന്നു. അതിന് ഞെട്ടിമാല എന്ന് പറയും ആ മാല അലങ്കരിച്ചിരിക്കുന്നത്. അതിന് ഈ ഒരു ഭാഗത്തായിരിക്കും ദേവതയെ കൊണ്ടുവന്നിട്ട് പ്രതിഷ്ഠിക്കുക എന്നുള്ളത്. എന്നിട്ട് ഇവിടുന്ന് മന്തക്കര പോവും. പിന്നെ ലക്ഷ്മിനാരായണ സ്വാമിയുണ്ട്. പിന്നെ നമ്മുടെ ശിവഭഗവാൻ, അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. മഹാദേവനുണ്ട്, എല്ലാവരും ഉണ്ട്. തൊഴുതോ? തീർച്ചയായും തൊഴുതു. ഇങ്ങനെ ഈ ഒരു രഥോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയവും കൂടിയാണ്. ആ സമയത്ത് നിരവധിയായ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അല്പം മുൻപ് വിൻസെൻ്റ് നമ്മൾ കണ്ടത്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഈ രഥം ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അല്പസമയം കഴിയുന്നതോടുകൂടി ഇത് മന്തക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തേക്ക് പ്രാഥമികമായി ഇന്ന് ഉരുളും. അതിനുശേഷം വൈകിട്ടായിരിക്കും മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യുക. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.